ഇപ്പോൾ നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള ശ്രീ എ ജി ജോർജ് ചേരുകയാണ്. ശ്രീ എ ജി ജോർജ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതാണ് ചൂടുപിടിക്കുന്ന ചർച്ച. മുഖ്യമന്ത്രി ആരെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചുകൊള്ളും. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ആരാണ് തീരുമാനിക്കുന്നത്? നിലവിൽ പിണറായി വിജയൻ അതിനോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നുള്ള ചില സൂചനകൾ ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി കസേരയിലിരുന്ന പിണറായി വിജയന് പ്രതിപക്ഷ നിരയിലെ നേതാവായിരിക്കാൻ ഇനി കഴിയുമോ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രപരമായി ഏതാണ്ട് കേരളത്തിൽ അസ്തമിച്ചു എന്ന് പറയത്തക്ക ഒരു ജനവിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി എന്നേക്കുമായി ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് മാറിപ്പോകണമെന്ന് അവരെ എതിർക്കുന്നവർ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു വസ്തുതയും ഇതിനോട് ചേർത്ത് വായിക്കണം. എന്തായാലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു: പിണറായി യുഗം, പിണറായിസം കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്നേക്കുമായി. ഇത്രയും ഏറെ ഒരു കനത്ത പരാജയം ഏറ്റെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ ഈ പരുവത്തിലാക്കുവാൻ മുഖ്യ കാരണഭൂതൻ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. എന്തൊരു ധാർഷ്ട്യവും ധിക്കാരവുമായിരുന്നു കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സാധാരണ ജനങ്ങളോട് ഉൾപ്പെടെ കാട്ടിക്കൊണ്ടിരുന്നത്. ഒരു ഏകാധിപതിയെ പോലെ, ഏകഛത്രാധിപതിയെ പോലെ പ്രവർത്തിച്ചതിന്റെ ഒരു തിരിച്ചടിയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അദ്ദേഹത്തിന് എങ്ങനെ ഇനി കേരളത്തിലെ പൊതു സമൂഹത്തിന്റെ മുഖത്ത് നോക്കാനായി സാധിക്കും ആർജവത്തോടുകൂടി? ഇന്നലെ അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ പതനത്തിന്റെ അലകൾ കാണാമായിരുന്നല്ലോ. വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പഴയതുപോലെ ലക്ഷ്യങ്ങളൊന്നും ഒത്തുകൂടിയില്ലല്ലോ. വിജയ ശ്രീലാളിതനായിട്ടാണല്ലോ അദ്ദേഹം സാങ്കേതികമായി ധർമ്മടത്തുനിന്ന് ഇന്നലെ വിമാനം ഇറങ്ങിയത് തിരുവനന്തപുരത്ത്. ആകെ 1-2 അദ്ദേഹത്തിന്റെ എപ്പോഴും നിഴലായി നടക്കുന്ന 2-3 ആളുകൾ കൂടെ ഉണ്ടായിരുന്നത് ഒഴിച്ചാൽ 22 കാറുകളുടെ അകമ്പടിയൊന്നും ഇല്ലാതെ അദ്ദേഹം വളരെ ശാന്തനായി, യാതൊന്നും പറയാനില്ലാതെ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ കഴിയാതെ നടന്നു നീങ്ങുന്ന കാഴ്ച താങ്കളും ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ താങ്കൾ ആദ്യത്തിന് ചോദിച്ച ചോദ്യത്തിനകത്ത് ഇപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ്. ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണണം. ഇപ്പോൾ ഭരണപക്ഷത്തുള്ള UDFന്റെ ഭാഗത്ത് അതിശൂരന്മാരായിട്ടുള്ള ഒരു യുവനിര അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ അവരുന്നയിക്കാൻ പോകുന്ന ആക്ഷേപങ്ങളും ആക്ഷേപങ്ങൾ ഞാൻ പറയുമ്പോൾ നിയമസഭാ ചട്ടമനുസരിച്ചുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒന്നും പിടിച്ചു നിൽക്കാൻ 82 വയസ്സായിട്ടുള്ള ഈ പിണറായി വിജയൻ ഇനിയും സാധിക്കുമെന്ന് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം മാന്യമായി ചെയ്യേണ്ടത് എവിടെയെങ്കിലും ഒരു നിരയിൽ ഒരു സീറ്റ് കിട്ടുന്നിടത്ത് പോയി ഇരുന്ന് ശാന്തമായി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് വേണ്ടി ഏതായാലും പുതിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുണ്ടാക്കി AKG സെന്ററിൽ ഫ്ളാറ്റൊക്കെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ വിശ്രമ ജീവിതം നയിക്കുക. ഏതാണ്ട് രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ സജീവ പ്രവർത്തനങ്ങൾക്ക് ഇനിയും കേരളത്തിൽ ഇടമില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ശാന്തനായി MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പിണറായി വിജയൻ കടക്കണമെന്നുള്ള ഒരു സൂചന കൂടിയാണോ നൽകുന്നത്? ആദിത്യൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. എക്കോ ഉണ്ട് കേട്ടോ, എക്കോ വരുന്നു. ഹലോ, പറഞ്ഞോളൂ. അതായത് താങ്കൾ പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേറൊരു വലിയ ഒരു അപജയം കൂടെ ഞാൻ താങ്കളെ ഈ സമയത്ത് അനുസ്മരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു ശക്തമായ 2ാം നിരയില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും ഒരേപോലെ അഭിപ്രായപ്പെടുന്നു. എന്താണ് പാർട്ടി സെക്രട്ടറിയുടെ ഇന്നത്തെ അവസ്ഥ? എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന TP രാമകൃഷ്ണന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇതുപോലെയുള്ള ഒരു തിരിച്ചടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രി എന്ന നിലയിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും അപമാനമാണ്. കോടിയേരി ബാലകൃഷ്ണനൊക്കെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ എത്ര തലയെടുപ്പോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് പാർട്ടിയിൽ. ഇവിടെ എല്ലാം ഒരാളിൽ കേന്ദ്രീകരിച്ചപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കാരണഭൂതനിൽ അല്ലെങ്കിൽ കപ്പിത്താനിൽ കേന്ദ്രീകരിച്ചപ്പോൾ പാർട്ടിക്കുണ്ടായ ശോഷണത്തെ തിരിച്ചറിയാനായിട്ട് അവരുടെ കൂടെ നിന്ന നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല. ഇന്ന് താങ്കൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. EP ജയരാജൻ എന്ന് പറയുന്ന വലിയ തീവ്ര പോരാളി ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല.
അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് കണ്ണൂരിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹമൊക്കെ എന്തൊരു തീപ്പൊരി നേതാവായിരുന്നു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. എന്തുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാത്തത്? അതിനർത്ഥമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പിണറായി വിജയൻ സ്വാഭാവികമായി വഴിമാറി കൊടുത്തുകൊണ്ട് ഇപ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിലൊക്കെ അംഗമായ മുൻ മന്ത്രി ധനമന്ത്രി KN ബാലഗോപാലിനെയൊക്കെ ഈ ചുമതല ഏൽപ്പിച്ച് പിന്മാറുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ കരുതുന്നത്. എന്നാലും അതിന്റെ ഒരു മറുവശം ഉള്ളത്, ഒരു മന്ത്രി പദവിയുള്ള ഒരു സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. അപ്പൊ അതിന്റെ സൗകര്യങ്ങളൊക്കെ ആനുകൂല്യങ്ങളും അതിന്റെ പ്രൗഢിയും ഒക്കെ ആസ്വദിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് വിട്ടുകൊടുക്കുമെന്ന് തോന്നില്ല. താങ്കൾ സൂചിപ്പിച്ചല്ലോ അദ്ദേഹത്തിന് ചെറിയൊരാട്ടമുണ്ട് സ്വീകരിക്കാൻ പ്രതിപക്ഷ സ്ഥാനമെന്ന്. അത് ചിലപ്പോൾ തള്ളിക്കളയാനാവില്ല. കാരണം 10 വർഷം ക്ലിഫ് ഹൗസിൽ രാജകീയ സൗകര്യങ്ങളിലൂടെ കഴിഞ്ഞിരുന്ന ഒരാളിന് പെട്ടെന്ന് 3 മുറിയുള്ള ഒരു ഫ്ളാറ്റിൽ ഒതുങ്ങിക്കൂടാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം കന്റോൺമെന്റ് ഹൗസ് എന്ന് പറയുന്ന വിശാലമായ കൊട്ടാരത്തിൽ പാർക്കാൻ അദ്ദേഹത്തിന് മോഹമുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തു എന്ന് വന്നേക്കാം. അതിനും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും പാർട്ടിക്ക് അദ്ദേഹം ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. പാർട്ടിയിലുള്ള അണികളൊക്കെ ഇപ്പോൾ തന്നെ അങ്ങ് കണ്ടല്ലോ, കണ്ണൂരെല്ലാം ഇപ്പോൾ ബോർഡ് വെച്ചിട്ട് അതിൽ MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും ഒക്കെ ചിത്രത്തിന്റെ മുമ്പിൽ ഗുണനചിഹ്നം വരച്ചിട്ടിരിക്കുകയാണ്. അതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അവരൊക്കെ നേതാക്കളാണ്. ധാർമ്മികമായി അതൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ അവരുടെ പാർട്ടിക്കകത്തുള്ള ശക്തമായ വികാരത്തിന്റെ സൂചനയായി അതിനെ കൂടിയുണ്ട്. അതായത് ഇത്തവണത്തെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ശ്രീ AG ജോർജ് ഒരു ചോദ്യം കൂടി. നേതൃത്വത്തിന് വേണ്ടിയുള്ള ശങ്കുലി മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാനമായി മറ്റേ ഒരു യുവതലമുറയെ അല്ലെങ്കിൽ രണ്ടാം നിരയായി ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വകയായി അസംബ്ലിയിൽ നിൽക്കുന്ന KN ബാലഗോപാലിന് വല്ലതും ഈ സ്ഥാനം കൊടുത്തിട്ട് വിശ്രമ ജീവിതം നയിക്കുന്നതായിരിക്കും പാർട്ടിക്ക് നല്ലത്. ഇനി പാർട്ടിയെ വളർത്തണമെന്നുണ്ടെങ്കിൽ രണ്ടാം നിരയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ചിലരൊക്കെ പ്രവർത്തന രംഗത്തിറങ്ങാൻ ഇടയുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവൂ എന്നാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഇനി ഒരു ചോദ്യം കൂടി. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനുള്ള വിധിയെഴുത്ത് ജനങ്ങൾ നൽകിയെങ്കിൽ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ ഇനി ആ സ്ഥാനത്ത് തുടരരുത് എന്നുള്ള വിമർശനം പാർട്ടിക്കകത്ത് നിന്നും അണികൾ തന്നെ ഉയർത്തുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം തൻ്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ സീറ്റ് ഉറപ്പിക്കുമ്പോൾ അർഹതപ്പെട്ട പലരെയും പുറത്തു നിർത്തി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ പലരെയും തഴഞ്ഞു. അതൊക്കെ തന്നെയാണ് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ തിരിച്ചടി ഉണ്ടായത്. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തും ഒരു അഴിച്ചുപണി അനിവാര്യമല്ലേ? അങ്ങനെ വരുമ്പോൾ ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയന് കടന്നു വരാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവുകയല്ലേ? അതിനകത്ത് ഞാനതിന്റെ ഒന്നാം ഭാഗത്ത് സൂചിപ്പിച്ചല്ലോ. അതായത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് മാത്രമല്ല തിരിച്ചടി ഉണ്ടായത്, അതിനേക്കാൾ ശക്തമായ തിരിച്ചടി ഉണ്ടായ ആളാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഉളുപ്പുണ്ടായിരുന്നോ? അദ്ദേഹം മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് എന്തൊരു ദയനീയമായ ഒരു ചിത്രമാണ് നമ്മുടെ മുൻപിൽ അത് അവശേഷിപ്പിച്ചിരിക്കുന്നത്. ദയനീയമായി അവർ പരാജയപ്പെട്ടില്ലേ? താങ്കൾ പറഞ്ഞതുപോലെ ഇനിയൊരു പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ശാരീരിക ബൗദ്ധികമായ ആരോഗ്യവും ആർജവവും പിണറായി വിജയൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും പാർട്ടി സെക്രട്ടറിയാക്കി ഇടതുകാലിലെ മന്ത് വലതുകാലിലോട്ട് വെച്ചാൽ ഈ രോഗം മാറില്ല. അതുകൊണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ MV ഗോവിന്ദനെ മാത്രം മാറ്റി നിർത്തി പിണറായി വിജയനെ വീണ്ടും പാർട്ടി സെക്രട്ടറി ആയാലൊന്നും മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അല്ല ഇന്ന് കേരളത്തിലുള്ളതെന്ന് കാണണം. ആകെ കൂടെ നേതൃത്വ മാറണം. സെക്രട്ടറി ഉൾപ്പെടെ മാറണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ മാറണം. ഇപ്പൊ പഴയ വലിയ താത്വിക ആചാര്യന്മാരായ AK ബാലനൊക്കെ എവിടെ പോയി? ഒരു വിശദീകരണവും ഇല്ലല്ലോ. ജയരാജന്മാർ എവിടെ പോയി? അപ്പൊ അതുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയനെ വീണ്ടും പാർട്ടി സെക്രട്ടറി ആയിട്ട് പുനഃപ്രതിഷ്ഠിക്കുന്നത് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ഗുണവും ഉണ്ടാകുന്ന പോകുന്നില്ല, ദോഷമേ ഉണ്ടാകുകയുള്ളൂ. കാരണം ഇദ്ദേഹത്തിന് പല കാരണങ്ങളാൽ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്ന് താങ്കളെ പോലുള്ള ആളുകൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിചാരം. അതുകൊണ്ട് MV ഗോവിന്ദനെ ഒന്നാം നമ്പരായി മാറ്റണം. അതുപോലെ തന്നെ മറ്റുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ക്രമക്കേട് കാട്ടിയവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ നേതൃത്വം വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ശേഷിക്കും എന്നാണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും KK രാഗേഷൻ അടക്കം കനത്ത വിമർശനം തന്നെയാണ് കണ്ണൂരിൽ ഉയർന്നു കേൾക്കുന്നത്. താങ്കളും അത് ശ്രദ്ധിച്ച് കാണും. ഇപ്പോൾ പോസ്റ്റർ വിവാദം അടക്കം ഫ്ലെക്സി യുദ്ധം കോൺഗ്രസിലല്ല, ഇപ്പോൾ അത് പോസ്റ്റർ യുദ്ധമായി LDF-ലാണ് CPM-ലാണ് കനക്കുന്നത്. അപ്പോൾ
പഴയ നേതാക്കളെ, താങ്കൾ നേരത്തെ EP-യുടെ കാര്യം സൂചിപ്പിച്ചു, അതുപോലെ തന്നെ ജയരാജന്മാരുടെ കാര്യം പറഞ്ഞു, അത്തരത്തിലുള്ള നേതാക്കളെ വെട്ടിയരിഞ്ഞത് തന്നെയല്ലേ പ്രധാനം ആയിട്ടും ഈ പാർട്ടിയെ സംബന്ധിച്ചൊരു അപജയത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകം? ആദിത്യ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിനകത്തൊരു കാവ്യനീതി ഉണ്ട് ആദിത്യൻ. അതായത് ഇന്നലെ വരെ എന്തായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഘോഷിച്ചുകൊണ്ടിരുന്നത്? അതായത് കോൺഗ്രസിൽ ആകെപ്പാടെ വലിയ ആഭ്യന്തര യുദ്ധം നടക്കുന്നു, ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ച് പൊരിഞ്ഞ മല്ല് നടക്കുന്നു, യുദ്ധം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, ആ യുദ്ധം ഉണ്ടെന്ന് സമ്മതിച്ചാൽ പോലും അതിനേക്കാൾ വലിയ യുദ്ധമല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? കാരണം നേതൃനിര മുഴുവൻ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ കണ്ണൂരിൽ പാർട്ടിയുടെ കാലിന്റെ അടിയിലെ മണ്ണെല്ലാം ഒലിച്ചു പോയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ഫ്ലക്സ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പ്രതീകാത്മകമായി പിണറായി വിജയന്റെയും ME യോധന്റെയും ചിത്രത്തിന്റെ മുകളിൽ ചുവന്ന മഷിയിട്ട് ഗുണനചിഹ്നം വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ബോധപൂർവമല്ല, വസ്തുതയാണ്. അപ്പോൾ അതൊക്കെ ഒരു സൂചകങ്ങളാണ്. അതിന്റെ ധാർമ്മിക വശത്തെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, അതൊക്കെ സൂചകങ്ങളാണ്. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. ജയരാജന്മാരുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ? കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താണ്? അവിടെ വിമതന്മാരായി മത്സരിച്ച ആളുകളൊക്കെ വൻപിച്ച ഭൂരിപക്ഷത്തോടല്ലേ അവരുടെ കോട്ടയിൽ ജയിച്ചു കയറിയത്? അതൊക്കെ നൽകുന്ന പാഠങ്ങൾ എന്താണ്? തൃക്കരിപ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഒരു കാലത്തും CPM തോറ്റിട്ടില്ലാത്ത മണ്ഡലത്തിൽ പോലും സന്ദീപ് വാര്യരെ പോലെ ഒരാൾ, അവിടുത്തെ വലിയ ഒരു ബുദ്ധിജീവിയായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മലബാറിലെ ഇന്നത്തെ അവസ്ഥയെന്ന് കൂടുതൽ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആദിത്യൻ സൂചിപ്പിച്ചതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഈ കിഴവൻ നേതൃത്വങ്ങളെല്ലാം മാറി ഒരു പുതിയ നേതൃത്വത്തിനെ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ പാർട്ടിക്ക് ഒരു ഉണർവുണ്ടായേക്കാം എന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ബംഗാളും ത്രിപുരയും കേരളത്തിലും ആവർത്തിക്കാൻ പോവുകയാണ്. തൃക്കരിപ്പൂർ മാത്രമല്ല, നാദാപുരവും അതിന് ഉദാഹരണം തന്നെയാണ്. CPIയുടെ ഏത് കൊടുങ്കാറ്റ് വീശിയാലും കുലുങ്ങാത്ത മേഖല പോലും ഈ പറഞ്ഞതുപോലെ സത്യൻ മൊകേരിയുടെ ഭാര്യ എത്തിയപ്പോൾ ഉണ്ടായ സംഭവം, KM അഭിജിത്തിന് എങ്ങനെ വിജയിച്ചു കയറാൻ കഴിഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ കോൺഗ്രസ് MLA ആയി അവിടെ നിന്ന് രൂപപ്പെട്ട് വരാൻ സാധിച്ചു എന്നുള്ളതും അതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ്. വളരെ നന്ദി ശ്രീ AG ജോർജ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.